ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൈകൾ ഉപയോഗിച്ച് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം എന്നുള്ളത് പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇന്ന് നമ്മൾ 1 തൊട്ട് 999 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ എങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്താം എന്നുള്ളത് നമ്മളൊന്ന് ശ്രമിക്കുകയാണ് അല്ലേ. അപ്പോൾ 2 മെത്തേഡ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് മെത്തേഡ് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം, അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് മെത്തേഡും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ 2 വീഡിയോ കണ്ടിട്ട് അതിലേതാണ് നിങ്ങൾക്ക് സ്യൂട്ടായത്, ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതായാലും വേറെ കുട്ടിക്ക് ഇഷ്ടപ്പെടാം. 2 മെത്തേഡ് വലിയ കുഴപ്പമുള്ളതല്ല. അപ്പോൾ ആ 2 മെത്തേഡും കണ്ടിട്ട് അതിലേതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ചോദിച്ച് നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഏത് 2 ഡിജിറ്റ് ആയാലും ഏത് ഡിജിറ്റും സ്ക്വയർ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ട് സ്ക്വയർ പഠിക്കാൻ നല്ലത് 5 ലാസ്റ്റ് വരുന്ന നമ്പറുകളുടെ സ്ക്വയറാണ്. 5 ലാസ്റ്റ് വരുന്ന നമ്പറുകളുടെ സ്ക്വയർ പഠിക്കാൻ വളരെ ഈസിയാണ്. അത് ആദ്യം പഠിക്കുക, അതിന് കൂടുതൽ പറ്റും പഠിക്കുക കേട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ 5 ലാസ്റ്റ് വരുന്ന നമ്പറാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ് 15. അപ്പോൾ 15 സ്ക്വയർ കാണാൻ അല്ലേ. 5 ലാസ്റ്റ് വരുന്ന നമ്പറുകളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഏത് നമ്പർ വന്നാലും അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് 25 ആയിരിക്കും. അത് 2 ഡിജിറ്റാ 3 ഡിജിറ്റാ 4 ഡിജിറ്റാ എന്ത് വന്നാലും ലാസ്റ്റ് 2 ഡിജിറ്റ് 25. അപ്പോൾ അത് ആദ്യം കൂടെ എഴുതി വെച്ചു 25 എന്ന് വന്നു. ഓക്കെ, ഇനിയുടെ അടുത്ത നമ്പർ ബാലൻസ് ചെയ്തുള്ള 5 മുന്നേ 1 മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആഫ്റ്റർ 1 ഏത് നമ്പർ നമുക്കറിയാം 2 ആണെന്നറിയാം അല്ലേ. ആ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം. 1 നെക്സ്റ്റ് നമ്പർ 2 1 × 2 2 നമ്മുടെ ആൻസറായി 225 ആണ് ആൻസർ. അപ്പോൾ ഒന്നിനെ സ്റ്റെപ്പ് പറഞ്ഞു തരാം. 5 വരുന്ന ഏത് നമ്പറിന് ലാസ്റ്റ് 2 ഡിജിറ്റ് 25 ആയിരിക്കും. അടുത്ത നമ്പർ കിട്ടാൻ ഇവിടെ ഏതാണോ ബാലൻസ് നമ്പർ അതിന് നെക്സ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ. അതുകൊണ്ട് തന്നെയല്ല മൾട്ടിപ്ലൈ നെക്സ്റ്റ് നമ്പർ 1 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തവിടെ എഴുതുമ്പോൾ ആൻസറായി. വേറെ ഒരു നോക്കാം. 35 സ്ക്വയർ 5 വന്നു. നമ്മൾ ആദ്യം 25 എഴുതി. അത് എഴുതില്ലെന്നല്ല കേട്ടോ, നമ്മൾ മെൻ്റൽ കാൽക്കുലേഷനാണ്. ഇതിപ്പോൾ ബോർഡും എഴുതി തരുന്നുണ്ടെങ്കിലും നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരും. 5 വന്നു 25 എഴുതി. നെക്സ്റ്റ് നമ്പർ ഏത്? ഇവിടെ 3 ആണ്. ജസ്റ്റ് ആഫ്റ്റർ 3 ഏതാ നമ്പർ? 4 അല്ലേ. 3 കഴിഞ്ഞാൽ 4 അല്ലേ, അറിയില്ലേ? അപ്പോൾ 3 × 4 എത്രയാണ്? 12. അപ്പോൾ ആൻസറായി 1225. ക്ലിയർ ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു കുറച്ചുകൂടി ഒരു 65 നോക്കാം, കുറച്ചുകൂടി വലുപ്പം. 65ൻ്റെ സ്ക്വയർ 25 ആദ്യം എഴുതി. ജസ്റ്റ് ആഫ്റ്റർ 6 7 ആണ്. 6 × 7 42 അല്ലേ, അല്ലെങ്കിൽ 7 × 6 42. അതെങ്ങനെ പഠിക്കാമെന്ന് കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിരുന്നു അല്ല. കൈകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് 6 × 7 18 അതിനൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കാണണേ അല്ലെങ്കിൽ നോക്കണേ കേട്ടോ. അത് പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പോൾ 42 ആണ് നമ്മുടെ ആൻസറായി. 4225. അല്പം കൂടി 95 സ്ക്വയർ 25 എഴുതി. ജസ്റ്റ് ആഫ്റ്റർ 9 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? 10 ആണ്. 10 × 9 അല്ലെങ്കിൽ 9 × 10. 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 9ൻ്റെ അപ്പുറത്ത് 0 ഇട്ടാൽ അതിന് ആൻസറായി. അപ്പോൾ ആൻസർ 9025. ഇനി ഒരു 3 ഡിജിറ്റ് നോക്കാം നമുക്ക്. ഒരു 105ൻ്റെ സ്ക്വയർ. റൂളിനൊന്നും ഒരു മാറ്റവും ഇല്ല. ലാസ്റ്റ് ഡിജിറ്റ് 5 നമ്മൾ അപ്പം തന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു. അവിടെ 25 അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. 25 എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇവിടെ 10 ആണ്. 5 കഴിഞ്ഞാൽ ബാക്കി 10 അല്ലേ. 10 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ? 10 കഴിഞ്ഞ അടുത്ത നമ്പർ 11 തന്നെയാണ്. അപ്പോൾ 10 × 11 അല്ലെങ്കിൽ 11 × 10. 11 × 10 എന്ന് വെച്ചാൽ ഒരു 0 ഇട്ടാൽ അത് കറക്റ്റായി 110. കണ്ടോ? ഇങ്ങനെ 5ൻ്റെ ഏത് നമ്പറും നമുക്ക് ഇങ്ങനെ എഴുതി പോവാം. 5 ലാസ്റ്റ് വരുന്ന ഏത് നമ്പറും നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് പോകണം. ഒന്നും ആലോചിക്കേണ്ട. ഏത് നമ്പർ വന്നാലും ലാസ്റ്റ് 25 എഴുതുക. 5ന് തൊട്ട് മുന്നേ ഏത് നമ്പറാണോ അടുത്ത നമ്പറായിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ആൻസർ കഴിഞ്ഞ് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതിയിരിക്കും, ഉറപ്പാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് 5 മാത്രം പഠിച്ചാൽ പോരല്ലോ, ബാക്കി നമ്പറുകളും നമുക്ക് പഠിക്കണം. നമുക്ക് നോക്കി നോക്കാം. 5 ഒഴികെ ബാക്കിയുള്ള നമ്പറുകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. നമുക്കിപ്പോൾ ഞാൻ ഈ ഇതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് മെത്തേഡ് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. സെക്കൻഡ് മെത്തേഡ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഈ ക്ലാസ്സിൽ നിങ്ങൾ പോട്ടെ. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് മെത്തേഡും പറയും. രണ്ടും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം പെട്ടെന്ന് 21 ചെറിയ നമ്പർ എടുക്കാം. 21ൻ്റെ സ്ക്വയർ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. 21 സ്ക്വയറൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ. 26 വരെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ മിനിമം. അതിന് ഏറ്റവും നല്ലത് 26 വരെ പഠിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം അറിയാത്തവരെ നോക്കി നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 1 2 നമ്പറേ നമ്മുടെ കയ്യിലുള്ളൂ. 2 നമ്പർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഒരു 2ഉം ഒരു 1 ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളിതിനെ ആദ്യം ഒരു ഈ ലൈൻ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ വരയ്ക്കണം എന്നുള്ളൂ കേട്ടോ.
ഫസ്റ്റിൻ്റെ ഡിജിറ്റ് 2 ആണ്. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. അത് ഇവിടെ എഴുതുക. ഫസ്റ്റ് ഡിജിറ്റ് 2, 2ൻ്റെ സ്ക്വയർ 4. സെക്കൻഡ് ഡിജിറ്റ് 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 ആണ്. അത് ലാസ്റ്റ് എഴുതി. 2ൻ്റെ സ്ക്വയർ ഇവിടെ എഴുതി, 1ൻ്റെ സ്ക്വയർ എഴുതി. ഇനി ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 എത്ര വരുന്നത്? 2. അതിൻ്റെ ഡബിൾ എടുക്കുക. അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 2 2, 2ൻ്റെ ഡബിൾ 4, അല്ലെങ്കിൽ 2 × 2 4. അത് ഇവിടെ എഴുതി. നമ്മുടെ ആൻസറായി. 4 4 1 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയില്ലേ? എന്താ ചെയ്യുക? ഫസ്റ്റ് ഡിജിറ്റിൻ്റെ സ്ക്വയർ എഴുതി, സെക്കൻഡ് ഡിജിറ്റിൻ്റെ സ്ക്വയർ എഴുതി, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡബിൾ എടുത്തു, അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 4 4 1 കിട്ടി. അല്പം വലുത് ചെയ്യാം. 34ൻ്റെ സ്ക്വയർ ഒരു മാറ്റമില്ല നമ്മുടെ പ്രത്യേകങ്ങൾക്ക്. ചെറിയൊരു അഡീഷൻ വരുന്നുണ്ട്. ഇടാൻ നോക്കാം നമുക്ക്. 3യുടെ സ്ക്വയർ നമ്മൾ 9 എഴുതി. 4ൻ്റെ സ്ക്വയർ 16. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഒരാൾക്കേ ഇവിടെ സീറ്റുള്ളൂ. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 8 ഒന്നും പറയില്ലല്ലോ. ഇല്ല, സൗകര്യത്തിന് വേണ്ടിയിട്ടേ ഒരു ഡിജിറ്റ് അതല്ല. 4ൻ്റെ സ്ക്വയർ 16 ആണ്. നമുക്ക് ഒരാൾക്കേ സീറ്റുള്ളൂ. അപ്പോൾ 6 മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. ബാലൻസ് ഒന്നോടെ കിടക്കട്ടെ. 16ൽ 6 യൂണിറ്റ് ഡിജിറ്റിലുള്ള 6 അവിടെ എഴുതാം. 1 മനസ്സിൽ കാൽക്കുലേറ്റ്, 1 ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 3 12. 12ൻ്റെ ഡബിൾ എത്രയാണ്? 24, അല്ലെങ്കിൽ 2 × 2 24. ആ 24 ആണ് ഇവിടെ വരിക. ക്ലിയർ ആയില്ലേ? 3 × 4 12, 12ൻ്റെ ഡബിൾ 24. ആ 24 ഇവിടെ എഴുതി. പക്ഷെ എത്ര ആൾക്ക് സീറ്റ് ഉണ്ട്? ഒരാൾക്ക് സീറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഒരാൾ ബാലൻസ് ഉണ്ടായിരുന്നു ഇല്ലേ? അത് ഈ 24ൻ്റെ കൂടെ ആഡ് ചെയ്യണം. ബാലൻസ് ഒന്നാളെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ 6 എഴുതി, ഇവിടെ 25 ആണ് വരിക അല്ലേ? രണ്ടാൾക്ക് സീറ്റ് ഉണ്ടോ? ഒരാൾക്ക് സീറ്റുള്ളൂ. അപ്പോൾ 5 മാത്രം എഴുതി. ബാലൻസ് എത്രയുണ്ട്? 2 അല്ലേ? 24നോട് ഞാൻ 1 എഴുതി, 25 എഴുതി. 5നെ സീറ്റുള്ളൂ. ബാലൻസ് 2 മാറ്റി കളയാൻ പാടില്ല. ആ 2നെ കളയാൻ പറ്റില്ല. ആ 2 അടുത്ത നമ്പറോടെ ആഡ് ചെയ്യാം, 9ൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 11 ആയി. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൻസർ. 1156 ആണ് സ്ക്വയർ. അപ്പോൾ നേരത്തെക്കാളും ഒരു സ്റ്റെപ്പ് കൂടുതൽ എനിക്കറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരാൾക്കേ ഇവിടെ സീറ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. ഒന്നിൽ കൂടുതൽ നമ്പർ വന്നാൽ, 2 ഡിജിറ്റ് വന്നാൽ, 3 ഡിജിറ്റ് വന്നാൽ, ഒരാളെ എഴുതി ബാക്കി രണ്ടും ഇങ്ങോട്ട് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. അതുകൂടെ എഴുതി വയ്ക്കുക, മനസ്സിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി മിഡിൽ ടേമിൻ്റെ കൂടെ ആ ഏതാണോ നമ്പർ ബാലൻസ് അത് ആഡ് ചെയ്ത് ഇവിടെ എഴുതണം. ഇവിടെയും ഒരാൾക്കേ സീറ്റുള്ളൂ. അപ്പോൾ 24നോട് ഞാൻ 1 എടുത്ത് 25 എഴുതരുത്. ഇവിടെ 5 ആണ് വരുള്ളൂ. ബാലൻസ് 2 ഈ നമ്പറോടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി 1156. ക്ലിയർ ആയോ? എങ്ങനെ ഏത് നമ്പർ നിങ്ങൾ ചെയ്യാം? നമുക്കിനി ഒരു 3 ഡിജിറ്റ് നമ്പർ നോക്കാം. 3 ഡിജിറ്റ് നമ്പർ നോക്കാം. 1 2 1 സ്ക്വയർ. 1 2 1 സ്ക്വയർ 3 ഡിജിറ്റ്. 2 ഡിജിറ്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് നോക്കും. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ 12 ഒരുമിച്ചെടുക്കുക, 1 സെപ്പറേറ്റ് നിൽക്കുക. അല്ലെങ്കിൽ 1 ഒരുമിച്ചും 21 സെപ്പറേറ്റ് നിൽക്കുക. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്ട് പറ്റില്ല. നമുക്ക് 2 ഡിജിറ്റ് സീറ്റുള്ളൂ. പഴയ പോലെ ഞാൻ 3 ലൈൻ മറിച്ചു. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. 1 എഴുതിയിട്ട് 21 എഴുതാണ്ടാ ഞാൻ പറഞ്ഞു. നമുക്ക് 2 മുതൽ തന്നെ എന്ന് പറഞ്ഞുതരാം. 2 മുതൽ തന്നെ വരാമെന്ന് പറഞ്ഞുതരാം. അപ്പം പഴയ പോലെ 12ൻ്റെ സ്ക്വയർ എത്രയാണ്? 12ൻ്റെ സ്ക്വയർ 144. അതുകൂടെ എഴുതി 144. 1ൻ്റെ സ്ക്വയർ അതെല്ലാവർക്കും അറിയാം. 1 2 എഴുതരുത്, 1 എഴുതി. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 2 × 1 ചെയ്യരുത്. ഇവിടെ 2 സെക്ഷനുള്ളൂ. 12 ഒരു പാർട്ടും 1 ഒരു പാർട്ടാണ്. അല്ല 1 × 2 × 1 ചെയ്ത് നമുക്ക് 2 കിട്ടും. ഇത് പോയി 1 ഒരു നമ്പർ, 12 അടുത്ത നമ്പർ. 1 × 12 12ൻ്റെ ഡബിൾ 24, അല്ലെങ്കിൽ 12 × 2 24. ആ 24 ആണ് ഇവിടെ വരിക. ക്ലിയർ ആയില്ലേ? 12ൻ്റെ സ്ക്വയർ എഴുതി, 1ൻ്റെ സ്ക്വയർ എഴുതി. 1 × 2 × 1 ചെയ്യരുത്. 1 × 12 ഡബിൾ ഓഫ് 12, അല്ലെങ്കിൽ 2 × 12 144. നമ്മൾ പഴയ കാര്യം ആലോചിക്കണ്ടേ? ഒരാൾക്കേ സീറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം 1 എഴുതി. 24ൽ രണ്ടാൾക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരാൾക്ക് 4 എഴുതി. ആ 2 ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ എന്തായാലും 144നോട് 2 ആഡ് ചെയ്താൽ 14641. 14641 ആണ് നമ്മളുടെ ആൻസർ. ക്ലിയർ ആയില്ല? മെത്തേഡൊന്നും മാറ്റമൊന്നുമില്ല. മനസ്സിലായി? 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്കോറുകൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആവുന്ന മാത്രം. ഇനി നമ്മൾക്ക് ഇതൊന്നും വേറെ വഴിക്ക് നോക്കി നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നേരത്തെ പോലെ സ്പ്ലിറ്റിംഗ് ആയി 1 2 1 ഈ 2 നമ്പറുകളും നമ്മൾ എടുത്തുന്നിരിക്കുക. 21ഉം നേരത്തെ നമ്മൾ 12 1 എടുത്തത് 1 × 21 ആൻസർ മാറും. നമുക്ക് നോക്കി നോക്കാം. പഴയ പോലെ തന്നെ 3 ലൈൻ വരച്ചു. 21ൻ്റെ സ്ക്വയർ അറിയണം. നാളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതല്ലേ? 21ൻ്റെ സ്ക്വയർ എത്രയാണ്? 441. 441. 1ൻ്റെ സ്ക്വയർ 1 അല്ലേ? 21ൻ്റെ 44ഉം 1ൻ്റെ 1 എഴുതി. മൾട്ടിപ്ലൈ ചെയ്യണം. 21 × 1 ആണ് ചെയ്യേണ്ടത് കേട്ടോ. 1 × 21 21 × 1 21 ഡബിൾ 42. അതുകൂടെ എഴുതി. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ നമ്മൾ
സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1ഉം ഇവിടെ 2 ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്കല്ല 2 ആൾക്ക് സീറ്റ് കൊടുക്കണം. ഇതാണെങ്കിൽ ആ പ്രശ്നമില്ല, നമ്മൾ 2 ഡിജിറ്റ് ചെയ്ത് അതേപോലെ ചെയ്യാം. 2 ഡിജിറ്റ് അതേപോലെ ചെയ്യാം, ഒരാൾക്ക് സീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ 2 ഡിജിറ്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 2 ആൾക്കുള്ള സീറ്റ് കൊടുക്കണം, ഒരാൾക്കല്ല 2 ഡിജിറ്റ്. അപ്പോൾ 41 ആണ് ആദ്യം വരിക. 41 അവിടെ വരും. ഇവിടുത്തെ 4 ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. 4 ഇങ്ങോട്ട് മാറും. അതിൻ്റെ കൂടെ ഒരു ഡിജിറ്റ് അല്ല, 2 ഡിജിറ്റ് ആണ് കേട്ടോ. 4 ഇങ്ങോട്ട് 42 + 4 എത്രയാണ്? 46. 14641 14641 രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാം അല്ലേ. അത് എനിക്ക് കുറച്ചുകൂടി ഈസി ഇതാണ് തോന്നിയിട്ടുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാം. ഇതാണ് അപ്പോൾ നമ്മുടെ 3 ഡിജിറ്റിൻ്റെ. ഇങ്ങനെ ഏത് നമ്പർ ആയാലും നമുക്ക് സ്ക്വയർ പെട്ടെന്ന് കണ്ടുപിടിക്കും. കുറച്ച് നിങ്ങൾ അങ്ങോട്ട് 2 ഡിജിറ്റ് 3 ഡിജിറ്റ് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്തതല്ലേ. ഈ ഇപ്പോൾ 121 എന്നും സാധനം ഇങ്ങനെ ചെയ്യാറ് 121 121 മൾട്ടിപ്പിൾ ചെയ്ത് ഇങ്ങനെ എഴുതി പിന്നെ ആഡ് ചെയ്ത് വരുമ്പോൾ സമയം എടുക്കും. അറിഞ്ഞ കുട്ടിക്ക് പ്രാക്ടീസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷനൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ആവശ്യം വരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമ്മളിത് വേറെ മെത്തേഡ് പറഞ്ഞുതരാം. ചിലർക്ക് അതാവും കൂടുതൽ ഇഷ്ടം, അതിൽ കൂടുതൽ താല്പര്യം. ഇത് കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അടുത്ത മെത്തേഡ് പറഞ്ഞുതരാം. അപ്പോൾ സമയം വൈകി, അതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, അവരും കാണട്ടെ അല്ലേ. അപ്പോൾ ആ ബെല്ലൈക്കണം ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഒന്ന് തൊട്ട് മുന്നുള്ള 2 വീഡിയോ നമ്മൾ ഇറക്കിയിട്ടുണ്ട്, പറഞ്ഞു തന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി നോക്കുക. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് മെത്തേഡാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.